സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിൽ സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തിയാണ് ശ്രീ കെ.പി. ഉണ്ണികൃഷ്ണൻ. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തൻ, പിന്നീട് വി.പി. സിംഗ് സർക്കാരിന്റെ ശില്പി, നരസിംഹറാവുവിന്റെ ഉറ്റതോഴൻ, ചരിത്രം രേഖപ്പെടുത്തിയ രാഷ്ട്രീയത്തിന്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം ശ്രീ ഉണ്ണികൃഷ്ണനും കണ്ണിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ ആസുരതകൾക്കെതിരെ ശബ്ദിച്ചും രാജീവ് ഗാന്ധിയെ പ്രതിരോധത്തിലാക്കിയ ബൊഫോഴ്സ് ഇടപാട് പാർലമെന്റിൽ ഉന്നയിച്ചും ഗൾഫ് യുദ്ധകാലത്ത് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സാഹസികമായി ഇടപെട്ടും ഉണ്ണികൃഷ്ണൻ വാർത്തയുടെ തലക്കെട്ടുകൾ സൃഷ്ടിച്ചു. സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ 1995 കോൺഗ്രസിലേക്ക് മടങ്ങി വന്ന ശേഷം ഈ 19 വർഷം നിശബ്ദനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മോഡി ഭരണത്തിൽ മാറിവരുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്തെ അദ്ദേഹം എങ്ങനെ കാണുന്നു? ഇതാണ് ഇന്ന് വ്യൂ പോയിന്റ് അന്വേഷിക്കുന്നത്. ശ്രീ കെ.പി. ഉണ്ണികൃഷ്ണനാണ് ഇന്നോടൊപ്പം. സോ വെൽക്കം. 95 താങ്കൾ കോൺഗ്രസിലേക്ക് മടങ്ങി വന്ന ശേഷം, പ്രത്യേകിച്ച് 96 മടങ്ങി വന്ന ശേഷം താങ്കൾ പ്രത്യേകിച്ചൊരു പദവിയിൽ എത്തുകയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് മുന്നോട്ട് വരികയോ ചെയ്തില്ല. വളരെ നിശബ്ദനായി മാറി നിൽക്കാൻ താങ്കൾ തീരുമാനിക്കുകയായിരുന്നോ, അതല്ല മുൻപന്തിയിലേക്ക് വരുന്നതിന് ആരെങ്കിലും താങ്കളെ തടസ്സപ്പെടുത്തുകയായിരുന്നു? ആരെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങനെ കുലങ്കുഷമായി അന്വേഷിച്ചിട്ടില്ല. സ്വാഭാവികമായും എനിക്ക് പ്രവർത്തിക്കാവുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ എന്നെ ആരും വിലയിരുത്തി ഉപയോഗിച്ചില്ല എന്നത് വാസ്തവമാണ്. പക്ഷെ ആരാളെന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് പാർട്ടി വിടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പലരും, എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ഞാൻ കാണിക്കേണ്ടത് വിഡ്ഢിത്തമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. കാരണം ഞാൻ വളരെ വർഷമായി 1960 മുതൽക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്ത് നിന്ന് മാറിയതോടുകൂടി ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിനകത്ത് AICC മെമ്പർ എന്ന നിലയ്ക്കും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഫോറത്തിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ എന്ന നിലയ്ക്കുമൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കൂടെയും മറ്റു പലരുടെ കൂടെയും ശക്തമായി അഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് കോൺഗ്രസ്സിൽ വന്നത് എന്തെങ്കിലും തേടി പിടിക്കാൻ ആയിരുന്നില്ല. അത് യാദൃശ്ചികമായി വന്നതാണ്. 96 വടകരയിൽ മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, എനിക്ക് സംശയമായിരുന്നു. എന്തായിരുന്നു ആ സംശയത്തിന്? സംശയത്തിന് കാരണം ഒന്ന് പറഞ്ഞാൽ, കോൺഗ്രസിനുള്ളിൽ തന്നെ അപസ്വരങ്ങളുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നു. അതുകൊണ്ട് എന്നോട് തൽക്കാലം മത്സരിക്കേണ്ടെന്ന് പലരും, നരസിംഹറാവു അടക്കം പറയുകയുണ്ടായി. ഇങ്ങനെ ന്യൂസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെന്തിനാ ഞങ്ങൾ പിന്നെ രാജ്യസഭയിലോട്ട് പോയപ്പോൾ? ഞാൻ പറഞ്ഞു, അങ്ങനെ മാറി നിൽക്കേണ്ട അവസരമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഫൈറ്റ് ചെയ്യണം. സ്വാഭാവികമായും CPM-ഉം മറ്റു LDF പാർട്ടികളും എനിക്കെതിരായി ശബ്ദമുയർത്തും, എൻ്റെ പഴയ ചില സുഹൃത്തുക്കളും. പക്ഷേ അതല്ലാതെ കോൺഗ്രസ്സുകാർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ല, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ മത്സരിച്ചാൽ തോൽപ്പിക്കാൻ പാകത്തിനുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്ന മുന്നറിയിപ്പായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. അതും കിട്ടിയിരുന്നു, ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചില്ല. സംശയമുണ്ട് എന്ന നിലയ്ക്ക് ഞാനത് ആ സംശയങ്ങൾ കൈവിട്ടു. അത് ശരിയായിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. പിന്നെ പക്ഷെ ഞാൻ ഇതിനെതിരായിട്ടൊരു ശബ്ദകോലാഹലം സൃഷ്ടിച്ചില്ല. അത് മനസ്സിലായി എന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ കാലുവാരിയിട്ടാണ് 96 പരാജയപ്പെട്ടതെന്നാണോ? അത് പൂർണ്ണമായിട്ട് ഞാൻ പറയില്ല, അതൊരു ഘടകമായിരുന്നു. എന്നെ പരാജയപ്പെടുത്തണം എന്ന തയ്യാറെടുപ്പോടുകൂടി ചിലർ മുന്നോട്ട് എൻ്റെ മണ്ഡലത്തിൽ വന്നിരുന്നു എന്ന് പിന്നീട് അവരിൽ ചിലർ തന്നെ സമ്മതിച്ചു. അവർക്കൊരു നേതൃത്വം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ അതിനെപ്പറ്റി ഗ്രൂപ്പിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്ന വളരെ 10 കൊല്ലം മുമ്പത്തെ ശരിയല്ല. ഇപ്പോഴല്ലേ സത്യത്തിൽ അത് ചർച്ച ചെയ്യേണ്ടത്? അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല.
അതിൽപ്പെട്ട ചിലരൊന്നും ഇന്നില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ച ശരിയാണെന്ന് തോന്നിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പിനകത്തുള്ള പിരിമുറുക്കങ്ങളും ഗ്രൂപ്പ് തിരിഞ്ഞ് കാലുവാരുന്നതും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. അതുകൊണ്ട് ശ്രീ ഉണ്ണികൃഷ്ണനെ പോലെ 1971 പുതുമുഖമായി വന്ന് വടകരയിൽ ചരിത്ര വിജയം നേടിയ ഒരു വ്യക്തി ഇത്രയധികം രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായാണ് തിരിച്ചു പിന്നെ 96 താങ്കൾ പാർട്ടിയിലേക്ക് മടങ്ങി വന്ന ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവിടെ താങ്കളെ തോൽപ്പിക്കാൻ മാത്രം പോകുന്ന ശക്തികൾ സംസ്ഥാനത്തുണ്ടായിരുന്നു എന്നാണല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം. അത് ശക്തികൾ മാത്രമായതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. LDFിനും സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ടുള്ള മണ്ഡലമായിരുന്നു. പിന്നെ അവരിൽ ഒരു വിഭാഗത്തിന് ഞാൻ അവരെ വിട്ടുപോയി എന്നുള്ളതിൽ വളരെ ഇതായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാണെങ്കിലും ഒരു വലിയൊരു ബാലൻസിങ് ഫാക്ടറായിട്ട് കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സെക്ഷൻ മാറിപ്പോയി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ആ സെക്ഷൻ അല്ലെങ്കിൽ താങ്കൾക്കെതിരെ പ്രവർത്തിച്ച ശക്തികൾ ഇന്ന് സംസ്ഥാനത്തുണ്ടോ? ഇന്ന് ആ സെക്ഷൻ്റെ മോഹം മാറിപ്പോയിട്ടുണ്ട്. അവർ ഒക്കെ അവിടെ ഇവിടെയൊക്കെയാണ്. അതൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇന്നത്തെ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. 1979 പാർട്ടി വിട്ടു പോരുകയും പിന്നീട് 86 വലിയൊരു വിഭാഗം തിരിച്ച് പാർട്ടിയിലേക്ക് ചേരുകയും ചെയ്തപ്പോൾ, അതായത് ശരത് പവാറും PC ചാക്കോയും എല്ലാം തിരിച്ച് കോൺഗ്രസിലേക്ക് ചേരുമ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല. പിന്നീട് താങ്കൾ 90കളുടെ അവസാനം കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ നേരത്തെ താങ്കൾ കാരണമായി പറഞ്ഞത് ഇന്ത്യയിൽ BJPയുടെ ഉദയത്തെ പ്രതിരോധിച്ചു നിർത്താൻ കെൽപ്പുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് എന്നാണ്. ആ ആത്മവിശ്വാസത്തിലാണ്, ആ ദൃഢമായ ബോധ്യത്തിലാണ് താങ്കൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ മഹാഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വരികയും അവരുടെ പ്രതിനിധി രാജ്യം ഭരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? കോൺഗ്രസിന്റെ ദൗർബല്യങ്ങൾ, വർദ്ധമാനമായ ദൗർബല്യങ്ങൾ ആണ് പ്രധാന ഉത്തരവാദി. കാരണം കോൺഗ്രസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു അടിത്തറ ജനാധിപത്യത്തിൽ ഊന്നിയുറച്ച ഒരു പ്രവർത്തന രീതിയും സമ്പ്രദായമൊക്കെ ആയിരുന്നു. അതിനിളക്കം തട്ടി. അത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിന് ശേഷം വഴിതെറ്റിപ്പോയി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് മാത്രമേ കോൺഗ്രസ്സിന് നിലനിർത്താനും കോൺഗ്രസ്സിന് അവർ മുൻപ് എന്ത് ചെയ്തോ അത് ശക്തിപ്പെടുത്താനും സാധിക്കും. പക്ഷേ 79 താങ്കൾ ഇന്ദിരാഗാന്ധിയുമായി പിണങ്ങിപ്പോരുമ്പോൾ താങ്കളുടെ ഏറ്റവും വലിയ വിമർശം ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നല്ലോ. സഞ്ജയ് ഗാന്ധിയെ പോലുള്ളവർ നിർബന്ധിത വന്ധ്യംകരണത്തിന് വരെ നീങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് ജനാധിപത്യപരമല്ല, അല്ലാതെ മാറി. അതിനുശേഷം പിന്നീട് കോൺഗ്രസിൻ്റെ സംഘടനാ ചട്ടക്കൂട്ടിൽ തന്നെ മാറ്റങ്ങളുണ്ടായി. അത് തിരുത്താൻ കഴിയുന്ന ഞാൻ വിചാരിച്ചിരുന്നത് അത് തിരുത്തപ്പെടും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു. നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ ഇത് എങ്ങനെയെങ്കിലും തിരിച്ച് കോൺഗ്രസിൻ്റെ പഴയ പ്രവർത്തന ക്രമങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. അതുണ്ടായില്ല. ഒരു സാധാരണ പ്രവർത്തകനായ സീതാറാം കേസരി കോൺഗ്രസ് അധ്യക്ഷനായി. ഏറ്റവും താഴേക്കട മണ്ഡലം ബ്ലോക്ക് ലെവലിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷനായി വരുന്നത് ഒരു വലിയൊരു നേട്ടമായിരുന്നു. അദ്ദേഹത്തെ മാറ്റി ഒരു ദിവസം സുപ്രഭാതത്തിൽ മറ്റൊരാളെ അവിടെ ഇരുത്തിയത് ശരിയല്ല എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അന്ന് ഏതായാലും ഞാൻ തിരിച്ചു വന്ന സമയമാണ് കൂടുതൽ പറയരുതെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി എന്ന് മാത്രം. അന്ന് ആരുടെ താല്പര്യപ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്? അന്ന് നരസിംഹറാവുവിനെതിരെ നിന്നിരുന്നൊരു ഗ്രൂപ്പുണ്ടായിരുന്നു, നരേന്ദ്ര തിവാരി കോൺഗ്രസ്.
അർജുൻ സിംഗ്, നട്വർ സിംഗ്, ഷീല ദീക്ഷിത് ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ആണ് അദ്ദേഹത്തെ മാറ്റുകയും അടിയന്തരമായി സോണിയാഗാന്ധിയെ അവരോധിക്കുകയും ചെയ്യണം എന്ന അഭിപ്രായം ശക്തിയായി ഉന്നയിച്ചത്. താങ്കൾ ഈ പറഞ്ഞ ആളുകൾ അർജുൻ സിംഗ്, നട്വർ സിംഗ്, ഷീല ദീക്ഷിത്, ഇപ്പോൾ AK ആന്റണി, പ്രണബ് മുഖർജി തുടങ്ങിയ AK ആന്റണി അന്ന് ഇവരുടെ കൂട്ടത്തിലില്ല. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു വളരെ ക്രീം ലെയറിലുള്ള നേതാക്കൾ കോൺഗ്രസിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോഴുമുണ്ട്. അവർക്കൊന്നും ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതാണ് നമ്മൾ ഈ കണ്ടത്. വ്യക്തികൾ മാത്രം വിചാരിച്ച പറ്റില്ല. അതിനുള്ളിൽ കോൺഗ്രസ് ഒരു സംഘടന എന്ന നിലയിൽ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സംഘടന എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ജനാധിപത്യ രീതിയും സ്വഭാവവും മാറ്റങ്ങൾ വന്നു. കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി സോണിയാഗാന്ധി വന്നതിന് ശേഷവും ഈ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ലേ? പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട്, നേതൃതലം തൊട്ട്. തീർച്ചയായും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസ് പാർട്ടിയിലെ ഈ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുത്തിയതിന് ഒരു ഉത്തരവാദി സോണിയാഗാന്ധിയാണോ? അത് ഞാൻ പറയില്ല. സോണിയാഗാന്ധിനേക്കാൾ പരിചയവും സംഘടനാപരമായ പരിചയമൊക്കെ ഉള്ളത് അവർക്കായിരുന്നു. സോണിയാഗാന്ധിക്കില്ല.